നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. ഫാത്തിമ എന്ന് പറഞ്ഞൊരു കൊച്ചിനെ 19-ാം തീയതി ട്രീറ്റ്മെന്റിലൂടെ കൊണ്ടുവന്നു. ഞാൻ ഡോക്ടേഴ്സുമായിട്ട് തിരക്കേണ്ട അടിസ്ഥാനത്തിൽ 19-ാം തീയതി ഇവിടെ ട്രീറ്റ്മെന്റിന് വരികയും സബ് ഡോക്ടറെ കാണിക്കുകയും സബ് ഡോക്ടർ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ ഇപ്പം തൽക്കാലം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ദേഹത്തൊക്കെ നീരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ കടിച്ചിട്ടുണ്ടെന്ന് എന്തോ പറഞ്ഞു എന്ന് പറയുന്നു. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അവിടുത്തെ ഈ കുഞ്ഞിനെ ഡോക്ടർ പറഞ്ഞു ഏതെങ്കിലും കണ്ണാശുപത്രിയിൽ കാണിക്കണമെന്ന്. പെട്ടെന്ന് ഒരു തൊട്ടടുത്ത കണ്ണാശുപത്രിയിൽ എന്തോ കാണിക്കുകയും തിരിച്ച് ഇന്നലെ 22-ാം തീയതി ഇവിടെ 11 മണിക്ക് എത്തുകയും നമ്മുടെ ഈ അരുൺ ഡോക്ടറെ കാണിക്കുകയും ചെയ്തു. അപ്പോൾ അരുൺ ഡോക്ടറെ കണ്ടപ്പം വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അരുൺ ഡോക്ടർ കുഞ്ഞിൻ്റെ അച്ഛനോട് പറഞ്ഞ് പെട്ടെന്ന് SIT പോകണം. റെഫറൻസ് എഴുതി കൊടുത്തിട്ട് പറഞ്ഞു ഭയങ്കര ശ്വാസമുട്ടലായതിനാൽ പിന്നെ നെബുലൈസ് ചെയ്തിട്ട് വിടാൻ പറഞ്ഞു. അങ്ങനെ നെബുലൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊച്ച് കൊളാപ്സ് ആവുകയും പെട്ടെന്ന് CPR കൊടുക്കുകയും അത് കഴിഞ്ഞ് ഡോക്ടറൊക്കെ കൂടെ തന്നെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ എത്തിച്ച് പിന്നെ അവിടെ നിന്നും മെഡിസിൻ എടുക്കുകയും ഞങ്ങളുടെ 2 ഡോക്ടേഴ്സും സ്റ്റാഫും കൂടെ പോയി. പിന്നെ സ്റ്റാഫ് കൂടെ പോയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൂടുതൽ നമ്മുടെ ഡോക്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് എക്സ്റേ എടുത്തു, പിന്നെ മെഡിസിനൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അത് പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ ഫാദർ തന്നെ ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആ കൊടുത്തിരിക്കുന്ന ബൈറ്റിൽ എല്ലാം വിശദമായി പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചെന്ന്. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചികിത്സാ പിഴവ് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമ്മുടെ കുറച്ച് വിശ്വാസം. പ്രത്യേകിച്ച് ബാക്കിയുള്ളത് ഇന്ന് പോസ്റ്റ്മോർട്ടം ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി വരും എന്നാണ് എനിക്ക് പറയാം. അവർ പറഞ്ഞു വെച്ചാൽ ഈ നെബുലൈസേഷൻ കൊടുത്തു, അത് കഴിഞ്ഞ ശേഷം ഇഞ്ചക്ഷൻ കൊടുത്തപ്പോഴാണ് ഈ വിഷയം ഉണ്ടാവുന്നതെന്നാണ് ഒരു ആരോപണം പറയുന്നത്. ഇല്ല, ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് കുഞ്ഞ് കൊളാപ്സ് ആയതിനു ശേഷം ഇഞ്ചക്ഷൻ അൾട്രനാൻ എന്നുള്ള ഇഞ്ചക്ഷൻ ലൈഫ് സേവിംഗ് ആയിട്ടാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് എമർജൻസി ഫിസിഷ്യനും കാഷ്വാലിറ്റി ഞാനും കൂടെ കുഞ്ഞിനെ ഇൻറ്റുബേറ്റ് ചെയ്ത് പൾസ് റോസ്ക് എന്ന് പറയും, റിവേഴ്സിബിൾ ഓഫ് സ്പോണ്ടേനിയസ് സർക്കുലേഷൻ, അത് വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ആംബുലൻസിൽ ഞാനും എമർജൻസി ഫിസിഷ്യനും അവരുടെ ഒരു ബൈസ്റ്റാൻഡും കൂടെ ചേർന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചത്. അവിടെ ചെന്നപ്പോഴും ഫീബിളായിട്ടുള്ള പൾസസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഈ അവിടെ എത്ര സമയം ഉണ്ടായിരുന്നു? അവർ ഈ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് അവിടെ നടത്തി? ഇതുപോലെ അഡ്രിനാലിനും മറ്റ് ഇതൊക്കെ കൊടുത്തായിരുന്നു. എക്സ്റേ എടുത്തായിരുന്നു. എക്സ്റേയിൽ ചെറുതല്ലാത്ത കഫക്കെട്ടുണ്ടായിരുന്നു നെഞ്ചിൽ. അവിടുത്തെ ഡോക്ടേഴ്സിന്റെ മറുപടി എന്തായിരുന്നു? അവിടുത്തെ ഡോക്ടേഴ്സിന്റെ മറുപടി ഇത് പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള സമയം കിട്ടിയില്ല. അവർ പറയുന്നത് പിന്നെ ഇത് ഒരു അലർജിക് റിയാക്ഷൻ ആവാം എന്നുള്ളതാണ് പറയുന്നത്. കുട്ടി 18-ാം തീയതി പിന്നെ കണ്ണിന്റെ തടുപ്പും മുഖത്തെ തടുപ്പും തളർച്ചയും പനിയായിട്ട് ആദ്യം ആര്യനാട് ഹോസ്പിറ്റലിലാണ് പോയത്. ആര്യനാട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ കാണുകയാണ്. അപ്പോൾ വന്നപ്പോൾ വളരെ സിക്കായിരുന്നു. നെഞ്ചിൽ സ്പെക്ട് വെച്ച് നോക്കുമ്പോൾ കഫക്കെട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഉടനെ തന്നെ റെഫർ ചെയ്യാൻ തീരുമാനിച്ചു. റെഫറൻസ് ലെറ്റർ പേഷ്യൻറ്റിലേക്ക് കൊടുക്കുകയും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് അവരെ കൊണ്ടുപോകാൻ ശ്രമിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ഇല്ല, അവരുടെ ഞാനും എമർജൻസി ഫിസിഷ്യൻ എന്തായാലും ആംബുലൻസിൽ കയറണം. ലിമിറ്റഡ് സീറ്റ് അവിടെ ആംബുലൻസിനകത്ത്. അപ്പോൾ അവരുടെ ഉമ്മയും കൂടെ കയറ്റിയായിരുന്നു. ബാക്കി അവരെ പുറകെ കാർ അനുഗമിക്കുകയായിരുന്നു. ഇത് കുഞ്ഞിനെ എന്തെങ്കിലും കടിച്ചതാണോ, അങ്ങനെ എന്തെങ്കിലും അലർജി ആണോ? ആവാന്നേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഈ പോസ്റ്റ്മോർട്ടം കൊണ്ട് തീരുമാനമാകും. എന്തോ അലർജിക് സംഭവം ഉണ്ട്. അതാണ് പെട്ടെന്ന് ഈ മുഖത്ത് കണ്ണിന് നീരും മുഖത്ത് നല്ല തടിപ്പും ഉണ്ടായിരുന്നു. പേര് അരുൺ വാര്യർ.